ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് 035G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ പല ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേമും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് 035G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇക്കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അതുമാത്രമല്ല 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 950 നിറ്റ്സ് ആയിരിക്കും. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക 7.9 mm ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ വരും. ഈ ഫോണിൻ്റെ ഗോൾഡൻ അവർ അതുപോലെ തന്നെ റോം ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 8020 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. വില 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോണിൽ നല്ലൊരു പ്രോസസ്സറും വന്നേക്കാം. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 12 GB റാം വരെയും അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. ഇതിൽ 108 MP മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. മെയിൻ ക്യാമറ സെൻസറിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത് 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരാനാണ് സാധ്യത. പിന്നെ 2 MP ഒരു സെൻസറും വന്നേക്കാം. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സെൽഫി ക്യാമറയിൽ തന്നെ 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ റെക്കോർഡിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 2 മുതൽ ഈ ഫോണിൻ്റെ പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഈ ഫോണിൻ്റെ വില ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം എന്നാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വന്നേക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു പ്രോസസ്സറും വരുന്നതായിരിക്കും. നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും പിന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് 035G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.